ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ വലിയ തോതിൽ ഇപ്പോൾ പട്ടിണി നിലനിൽക്കുന്നതായിട്ടാണ് ആരോപണങ്ങൾ ഉയരുന്നത്. പല രാജ്യങ്ങളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തുർക്കി ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അവിടേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി ട്രക്കുകൾ എത്തുമ്പോൾ ആൾക്കൂട്ടം വലിയ തോതിൽ ഓടിയെത്തി ഈ ഭക്ഷണ സാധനങ്ങൾ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാഴ്ചയിൽ തന്നെ അരോചകമായിട്ടാണ് തോന്നുന്നത്. കാരണം ആളുകൾ എത്രമാത്രം പട്ടിണി കിടക്കുന്നു എന്നുള്ളതിന് സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആളുകളുടെ തള്ളിക്കയറ്റം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ ആകട്ടെ തങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഇത് ഹമാസും അവരെ അനുകൂലിക്കുന്ന മറ്റ് പല സംഘടനകളും രാജ്യങ്ങളൊക്കെ ചേർന്ന് തങ്ങൾക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളാണ് എന്നാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഗാസയിൽ സംഭവിക്കുന്നത് ഇസ്രായേൽ താൽക്കാലികമായി ദിവസവും ഒരു 10 മണിക്കൂറോളം 3 മേഖലകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ ആ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. 120ഓളം ട്രക്കുകളാണ് ഇവിടേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത്. എന്നാൽ ഈ 120 ട്രക്കിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടി ഭക്ഷ്യ വസ്തുക്കൾ തട്ടിയെടുത്തത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിന് നേർക്ക് വരുന്ന ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഹമാസും അവരെ അനുകൂലിക്കുന്ന പല ഭീകര സംഘടനകളും ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും അവിടെ എത്തുമ്പോൾ ഇവ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി പിന്നീട് അവർ കരഞ്ഞതിൽ കൊള്ളവിലയ്ക്ക് വിൽക്കുന്നു എന്നാണ്. ഏതായാലും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ അനുകൂലിച്ച് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഇതൊരു കാരണവശാലും അംഗീകരിക്കുന്നതുമില്ല. ഐക്യരാഷ്ട്ര സഭയുടെ ഒരു സമ്മേളനം ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ചേരുന്നുണ്ട്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഈ യോഗങ്ങൾ പങ്കെടുക്കുന്നില്ല.